മൈഥിലി മുൻപയുടെ വരാൻ പോകുന്ന കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബബിതയെ സംരക്ഷിക്കുവാനും അവളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും അലീന കടപ്പാട്ടൂരേക്ക് വീണ്ടും ചെല്ലുകയാണ്. കടപ്പാട്ടൂരെ വീട്ടിലെ സിറ്റ് ഔട്ടിലേക്ക് കയറുമ്പോഴേക്കും വൈജ അവിടെ നിന്നും ബാഗുമെടുത്ത് ഇറങ്ങുകയാണ്. ഇത്രയുമാണ് കഴിഞ്ഞ കഥയിൽ നമ്മൾ കേട്ടത്. അടുത്ത കഥയിലേക്ക് പോകുന്നതിന് മുൻപായി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബാലചന്ദ്രൻ വൈജയന്തിയുടെ കാറിന്റെ പിന്നിലേക്ക് ചെന്നു. ലഗേജ് ഒതുക്കി വെച്ച് ഡോർ അടയ്ക്കുകയായിരുന്നു വൈജയന്തി. നീ എങ്ങോട്ട് പോകുന്നു? ബാലേന്ദ്രൻ ചോദിച്ചു. ഞാൻ എങ്ങോട്ട് പോയാലെന്താ? വൈജയന്തി നിന്ദാസ്വരത്തിൽ പറഞ്ഞു. എനിക്ക് പകരം ആളെത്തിയല്ലോ. ആനന്ദലത്തിക്ക് ഇനി എന്തു വേണം? വൈജയ്, പോകുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിൽ കുറിച്ചേക്കണം. ഇത്തവണ ഞാൻ ഗേറ്റടച്ചാൽ പിന്നെ നിനക്ക് വേണ്ടി ഇത് തുറക്കില്ല. വേണ്ട, ആർക്ക് വേണം നിങ്ങളുടെ ഗേറ്റും പഠിപ്പുരയും വീടും? നിങ്ങൾക്കിതൊക്കെ ഇന്നലെയാണ് ഉണ്ടായത്. ഞാൻ ഇതിനേക്കാൾ വലിയ മാളികക്കെട്ടിൽ ജനിച്ചു വളർന്നവളാ. നിന്റെ മകൾ ഇങ്ങനൊരു അവസ്ഥയിൽ തകർന്നു കിടക്കുമ്പോൾ തന്നെ നീ വീട് വിട്ടിറങ്ങണം. അവൾക്ക് അമ്മയാണ് വേണ്ടതെങ്കിൽ അവൾ പറയും അമ്മ എന്നെ വിട്ടു പോകരുതെന്ന്. ഹോസ്പിറ്റലിൽ വെച്ച് അവൾക്ക് അമ്മയെ വേണ്ടായിരുന്നു. ഇനി ചോദിച്ചില്ലെന്ന് വേണ്ട. വൈജയന്തി വീണ്ടും സിറ്റൗട്ടിലേക്ക് കയറി ചെന്നു. ബബിതയും രോഹിത്തും അലീനയുമെല്ലാം ധർമ്മസങ്കടത്തിൽ പെട്ടതുപോലെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. നീ എൻ്റെ കൂടെ കൊല്ലപ്പള്ളിക്ക് വരുന്നുണ്ടോ? വൈജയന്തി ബബിതയോട് ചോദിച്ചു. ഇല്ല. ബബിതയുടെ മുഖത്ത് പ്രതിഷേധമുണ്ടായിരുന്നു. നിനക്ക് നിന്റെ കൂടെ ആരെയാ വേണ്ടത്? നിന്റെ പെറ്റമ്മയെ വേണോ അതോ ഇവളെ വേണോ? അമ്മയാണ് വേണ്ടതെങ്കിൽ ഇവളിവിടെ ഉണ്ടാവാൻ പാടില്ല. എനിക്കാരും വേണ്ട. ബബിത കാത് രണ്ടും പൊത്തിക്കൊണ്ട് സെറ്റിയിലേക്ക് ഇരുന്നു. നിനക്ക് ആരും വേണ്ട അല്ലേ? ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഞാൻ പോയിക്കോളാം. വൈജയന്തി സിറ്റൗട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി കാറിൽ കയറി. കാർ സ്റ്റാർട്ട് ചെയ്ത് മുറ്റത്തേക്ക് ഇറങ്ങി. ബാലചന്ദ്രമേനോനെയും തൻ്റെ മക്കളെയും അലീനയും ഒന്നുകൂടി നോക്കിക്കൊണ്ട് കാർ ഓടിച്ചുപോയി. അലീന തളർന്നതുപോലെ ബബിതയുടെ അരികെ ഇരുന്നു. എറണാകുളത്തു നിന്നും കടപ്പാട്ടൂരേക്ക് പുറപ്പെടുമ്പോൾ ഇങ്ങനെയൊരു പ്രതിസന്ധി അവൾ തീരെ പ്രതീക്ഷിച്ചിരുന്നില്ല. താൻ കടപ്പാട്ടൂരിൽ താമസിക്കുമ്പോൾ അമ്മ എന്തെല്ലാം അപവാദം പറഞ്ഞാലും എത്രയധികം ദുഷിച്ചാലും അതെല്ലാം സഹിക്കാൻ അവൾ തയ്യാറെടുത്തിരുന്നു. ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവൾക്ക് മനസ്സിലായില്ല. താൻ ഉടൻ ഈ വീട് വിട്ടു പോവുകയാണോ ചെയ്യേണ്ടത് അതോ ഇവിടെ താമസിക്കുകയാണോ ചെയ്യേണ്ടത്? അലീന ചിന്തിച്ചുകൊണ്ട് നിന്നു. പെട്ടെന്നുണ്ടായ ആ സ്തംഭനാവസ്ഥയെ രോഹിത്താണ് ആദ്യം മറികടന്നത്. അവൻ അലീനയുടെ അടുത്ത് വന്ന് അവളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. അലീന ചേച്ചി വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്കും ഒരു വിഷമവും തോന്നുന്നില്ല. കാരണം നമുക്കറിയാമല്ലോ സത്യം എന്താണെന്ന്. അമ്മ കുറച്ച് ദിവസം കൊല്ലപ്പള്ളിയിലും അലീന ചേച്ചി ഇവിടെയും താമസിക്കുന്നത് കൊണ്ട് ഭൂകമ്പമൊന്നും ഉണ്ടാവാൻ പോണില്ല. അവൻ തലതിരിച്ച് അച്ഛൻ നിൽക്കുന്നിടത്തേക്ക് നോക്കി. അല്ലെങ്കിലും ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോയിട്ട് എന്താ കാര്യം? ഒന്നുകിൽ എല്ലാം കലങ്ങിത്തെളിയണം, അല്ലെങ്കിൽ നാനാ വഴിക്ക് കലഹിച്ച് പിരിയണം. ബാലേന്ദ്രമേനോനും അലീനയ്ക്കും മാത്രമേ അവന്റെ വാക്കുകളുടെ ആന്തരാർത്ഥം മനസ്സിലായുള്ളൂ. ചേച്ചി ബബിതയെ വിളിച്ചോണ്ട് അകത്തേക്ക് പോ. ഞാനും കൃഷ്ണമോളും കൂടി രാത്രി ശാപ്പാടിന് എന്തെങ്കിലും വഴിയുണ്ടോ നോക്കട്ടെ. ആദ്യം ഞങ്ങളൊരു കാപ്പിയിടാം, രോഹിത്ത് പറഞ്ഞു. അലീന ബാലേന്ദ്രനെ നോക്കി. ചെല്ല്, ഏതായാലും വന്നുപോയില്ലേ, അയാൾ പറഞ്ഞു. അലീന ബബിതയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചു. ആദ്യമൊന്നും അവൾ വഴങ്ങിയില്ല. അലീന അവളുടെ പുറത്ത് തലോടിക്കൊണ്ട് അരികിലിരുന്നു. അല്പം കഴിഞ്ഞ് ബബിത മുഖമുയർത്തി. ചേച്ചി എന്തിനാ ഇങ്ങോട്ട് വന്നേ? എനിക്ക് വേണ്ടിയാണോ? വേണ്ടായിരുന്നു. എന്നെ രക്ഷിക്കാനൊന്നും ഇനി ആർക്കും പറ്റില്ല. ഞാൻ അതിനൊന്നും വന്നതല്ല. എനിക്ക് നിന്റെ കൂടെ കുറച്ച് ദിവസം താമസിക്കണം. ഞാൻ അധികം വൈകാതെ എൻ്റെ പഴയ സ്ഥലത്തേക്ക് തിരിച്ചു പോകും, ഓർഫനേജിലേക്ക്. അതിനു മുൻപ് എല്ലാവരുടെയും കൂടെ കുറച്ച് ദിവസം. ഇപ്പോഴാണെങ്കിൽ നിനക്കൊരു കൂട്ടിന് വന്നാണെന്ന് പറഞ്ഞ് നിൽക്കാമല്ലോ, അലീന പറഞ്ഞു. ബബിതയ്ക്കത് വിശ്വാസമായില്ല. എങ്കിലും സമ്മതിച്ച മട്ടിലിരുന്നു. അലീന പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോൾ അവൾ അനുസരിച്ചു. അലീന അവളെ മുറിയിൽ കൊണ്ടുപോയി ഒരു കസേരയിലിരുത്തി. ആദ്യം ഈ റൂമൊന്ന് ഫ്രഷാക്കി എടുക്കണം, എന്നിട്ട് ചൂടുവെള്ളത്തിൽ ഒരു കുളി, അലീന പറഞ്ഞു. ബബിത കസേരയിൽ ചാരിവെച്ച പാവ കണക്കെ ഇരുന്നു. അലീന ബബിതയുടെ മുറി വെടിപ്പാക്കി. ബെഡിൽ പുതിയ ഷീറ്റും പില്ലോ കവറും ഇട്ടു. വെള്ളം ചൂടാക്കി ബാത്റൂമിൽ വെച്ചിട്ട് ബബിതയെ നിർബന്ധിച്ച് കുളിക്കാൻ വിട്ടു. എന്നിട്ട് അലീന പോയി കുളിച്ച് വേഷം മാറി വന്നു. അപ്പോഴും ബബിതയുടെ കുളി കഴിഞ്ഞിട്ടില്ല. ബാത്റൂമിൽ വെള്ളം വീഴുന്ന ശബ്ദം കേൾക്കാം. അലീന വാതിൽ തട്ടി വിളിച്ചു. ബോൾട്ടൊന്നും ഇട്ടിട്ടില്ല. വാതിൽ തുറന്നോട്ടെ, അവൾ ചോദിച്ചു. ഉത്തരമില്ല. അലീനയ്ക്ക് പേടി തോന്നി. അവൾ പതിയെ വാതിൽ തുറന്നു. തുറന്നുവെച്ച ഷവറിന് കീഴിൽ നിൽക്കുകയാണ് ബബിത. എറണാകുളത്ത് നിന്ന് വന്ന അതേ വേഷത്തിൽ. ചൂട് നേർപ്പിക്കാൻ ബക്കറ്റിലെ തിളച്ച വെള്ളത്തിലേക്ക് തുറന്നു വെച്ച ടാപ്പ് ഇപ്പോഴും അടച്ചിട്ടില്ല. വെള്ളം കവിഞ്ഞൊഴുകിക്കൊണ്ടേയിരിക്കുന്നു.
അലീന വേഗം ചെന്ന് ഷവർ നിർത്തി. ടാപ്പും ഓഫ് ചെയ്തു. ബക്കറ്റിലെ വെള്ളം തണുത്തു കഴിഞ്ഞിരുന്നു. ജീവനില്ലാത്ത ശൂന്യമായ നോട്ടത്തോടെ ബബിത തണുത്തു മരവിച്ചു പോയ മട്ടിൽ നനഞ്ഞു കുതിർന്നു നിന്നു. വൈജയന്തി കാറിൽ വന്നിറങ്ങിയപ്പോൾ ശിവശങ്കര മേനോനും കമലയ്ക്കും അതിശയമായിരുന്നു. നീ എറണാകുളത്തു നിന്ന് വരണ വഴിയാണോ വൈജയ്? ശിവശങ്കരൻ ചോദിച്ചു. അതെ, വൈജയന്തി പറഞ്ഞു. ബബിതേനെ ഇന്ന് ഡിസ്ചാർജ് ചെയ്യുമെന്നല്ലേ പറഞ്ഞിരുന്നത്? ഡിസ്ചാർജ് ചെയ്തു. എന്നിട്ട് ബബിത എവിടെ? കടപ്പാട്ടൂർ. ശിവശങ്കര മേനോന് പന്തികേട് തോന്നി. എന്തു പറ്റി ജയന്തി? കൂട്ടത്തിൽ അവളും വന്നിട്ടുണ്ട്, അലീന. ശിവശങ്കര മേനോൻ ജാഗരൂകനായി. അതെന്തിന്? അവളന്ന് ഇറങ്ങിപ്പോയിട്ട് തിരിച്ച് കടപ്പാട്ടൂർ തന്നെ വന്നു കയറാൻ ഒരു പഴുതും നോക്കിയിരിക്കുകയായിരുന്നല്ലോ. എന്ത് കാരണം പറഞ്ഞാ അവളെ വിളിച്ചോണ്ട് വന്ന് ബന്ധം പുതുക്കേണ്ടതെന്ന് ബാലചന്ദ്രനും തല കുറെ പുകച്ചു. അപ്പോഴാ ബബിതയുടെ സൂയിസൈഡ് അറ്റംപ്റ്റ്. ഉടനെ ബാലേന്ദ്രൻ വിളിച്ചറിയിച്ചു. അറിയേണ്ട താമസം അവൾ പാഞ്ഞെത്തി. പിന്നത്തെ നാടകമൊന്നും പറയണ്ടല്ലോ, നിങ്ങളെ കണ്ടതല്ലേ. ഹോസ്പിറ്റൽ വെച്ച് പെറ്റമ്മയായ ഞാൻ എൻ്റെ മോളുടെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല. പണ്ട് വീട്ടിൽ നിന്ന് അടുക്കളക്കാരിക്ക് അവളുടെ കൂടെ കിടക്കാനും അനുവാദമുണ്ട്. വൈജയന്തി അമർഷം കൊണ്ട് കിതച്ചു. അത് നിനക്ക് ഡോക്ടറോട് ചോദിക്കാമായിരുന്നില്ലേ? ശിവശങ്കര മേനോൻ കുറ്റപ്പെടുത്തി. ചോദിച്ചു. പേഷ്യന്റിന് ഇഷ്ടമുള്ളയാൾ അടുത്തിരിക്കട്ടെ എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്കങ്ങനെ തഴുകിയും തലോടിയും താലോലിച്ചും ശീലമില്ല. വൈജയന്തി ഇന്ന് വരെ രണ്ട് സ്വഭാവം കാണിച്ചിട്ടുമില്ല. എന്നാൽ വേറെ ചിലർ അങ്ങനെയല്ല. അകത്തൊന്ന്, പുറത്തു വേറൊന്ന്. പുറമെ നക്കിത്തോർത്താനുള്ള സ്നേഹം, അകമേ ഞെക്കി ഞെരുക്കി കൊല്ലാനുള്ള ദേഷ്യം. ആ ഡോക്ടർ വിചാരിച്ചത് അലീന ബബിതയുടെ ചേച്ചിയാണെന്ന. ആണോന്ന് അയാൾ ചോദിച്ചപ്പോൾ അവൾ ചാടി പറയുകയും ചെയ്തു ആണെന്ന്. എന്നാൽ പിന്നെ ചേച്ചി അടുത്ത് നിന്നോട്ടെ എന്ന് ഡോക്ടറും കരുതി. അലീന വീട്ടിലേക്ക് വരാൻ പാടില്ല എന്ന് നിനക്ക് തറപ്പിച്ച് പറയാൻ പാടില്ല എന്നാ വൈജയ്? അത് കൊള്ളാം. ഞാൻ പറയാഞ്ഞിട്ടാണോ ശിവേട്ട? ബാലചന്ദ്രനോട് 2 ദിവസം മുൻപേ ഞാൻ ഇക്കാര്യം പറഞ്ഞതാ. പക്ഷേ അതൊക്കെ മുൻകൂട്ടി തീരുമാനിച്ചു വെച്ചിരിക്കുകയല്ലേ ശിവേട്ട. ബാലചന്ദ്രനും അവളും ചേർന്ന കൂടിയാലോചന. മരുന്ന് വാങ്ങണമെങ്കിൽ, ഡോക്ടറെ കാണണമെങ്കിൽ, എന്തു കാര്യത്തിനും അവരൊന്നിച്ച. ഒടുക്കം എന്തൊക്കെയോ സൂത്രം പറഞ്ഞ് ഡോക്ടറെ സ്വാധീനിച്ചു. ആ പൊട്ടൻ അറിയാൻ പാടില്ലല്ലോ അവൾ അടുക്കളക്കാരിയായിരുന്നെന്ന്. അയാൾ പറയുന്നു പേഷ്യൻ്റെ കൂടെ അലീന കുറച്ച് ദിവസം താമസിക്കുന്നത് നല്ലതാണെന്ന്. നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നിന്റെ സമ്മതമില്ലാതെ അന്യ ഒരുത്തി വന്ന് വീട്ടിൽ കയറിയപ്പം വീടും മക്കളും കെട്ടിയവനെയും ഇട്ടെറിഞ്ഞ് ഇങ്ങ് പോരുകയാണോ ജയന്തി നീ ചെയ്യേണ്ടിയിരുന്നത്? കമല ചോദിച്ചു. അവിടെ നിന്ന് ഫൈറ്റ് ചെയ്ത് അവളെ പുറത്താക്കിയല്ലേ വേണ്ടത്? എനിക്കതിൻ്റെ ആവശ്യമില്ല കമലെടുത്തി. എന്നെ വേണ്ടാത്ത ഭർത്താവിനെയും മക്കളെയും എനിക്കും വേണ്ട. ഒരിക്കൽ ഞാൻ യുദ്ധം ചെയ്ത് പുറത്താക്കിയതാ. ഇനിയും അവർക്ക് അവളെ മതിയെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. നീ അങ്ങനെ തോൽവി സമ്മതിച്ച് ഇറങ്ങിപ്പോന്നത് ഒട്ടും ശരിയായില്ല, കമല കുറ്റപ്പെടുത്തി. ശരിയും തെറ്റുമൊക്കെ എനിക്കറിയാം കമലെടുത്തി. ഞാൻ ഇങ്ങോട്ട് വന്നത് തന്നെ തെറ്റായിപ്പോയെന്ന് കമലെടുത്തിക്ക് തോന്നുന്നുണ്ടായിരിക്കും. എൻ്റെ അമ്മ ഇവിടെ ഉള്ള കാലത്തോളം എനിക്കിവിടെ വരാനും താമസിക്കാനും അവകാശമുണ്ട്. അത് പോരാന്നുണ്ടെങ്കിൽ തറവാട് ഭാഗം വെച്ചപ്പോൾ എനിക്ക് കിട്ടിയ ഊട്ടുപുലിയുടെ വില ഇതുവരെ തന്നു തീർത്തിട്ടില്ല ശിവേട്ടൻ. തരാന്ന് പറഞ്ഞാൽ പോരല്ലോ. വൈജയ്, ഇവിടെ ആരെങ്കിലും നിന്നോട് താമസിക്കണ്ടെന്ന് പറഞ്ഞോ? പിന്നെ എന്തിനാ ഈ കണക്ക് പറച്ചില്? കമല ചോദിച്ചു. കണക്ക് പറയേണ്ടടുത്ത് പറയുക തന്നെ വേണം കമലെടുത്തി. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു വിചാരമുണ്ടാവും. ജയന്തി ആണും തൂണുമില്ലാതെ വലിഞ്ഞു കയറി വന്ന് ചുമ്മാ കാല് നീട്ടിയിരുന്ന് കുശിയായിട്ട് മുഷ്ടാനം കഴിച്ച് കിടക്കാനാണെന്ന്. എനിക്കങ്ങനെ ആരുടെയും സൗജന്യമൊന്നും വേണ്ട കമലെടുത്തി. അതും പറഞ്ഞ് വൈജയന്തി മുറ്റത്തേക്ക് തിരിച്ചിറങ്ങി. കാറിന്റെ ഡിക്കി തുറന്ന് ട്രോളി ബാഗുകൾ എടുത്ത് വരാന്തയിൽ വെച്ചു. ഡിക്കി പൂട്ടി ബാഗുകളും വലിച്ച് നേരെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. സ്റ്റാൻലി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഔതക്കുട്ടിച്ചായൻ. ഈയിടെ വാങ്ങിയ ഒരു ലെതർ ബാഗിൽ വസ്ത്രങ്ങളെല്ലാം പാക്ക് ചെയ്ത് വെച്ചിരുന്നു. സ്റ്റാൻലി കൊട്ടാരക്കരയ്ക്ക് പോയിരിക്കുകയായിരുന്നു. തിരിച്ചെത്തിയപ്പോൾ 3 മണി കഴിഞ്ഞു. ഔതക്കുട്ടിച്ചായൻ സ്റ്റാൻലിയെ സമീപിച്ചു പറഞ്ഞു. ഞാനേ പുനലൂർ വരെ പോവുകയാ. എന്താ ആവശ്യം? സ്റ്റാൻലി ചോദിച്ചു. ഇവിടെ ഇപ്പം എനിക്ക് ചെയ്യാനൊന്നുമില്ലല്ലോ. വെറുതെ എങ്ങനെയാ ഒരുപാട് നേരം ഇരിക്കുന്നേ? ഓ, അല്ലെങ്കിൽ ഇതിനു മുൻപ് എല്ലാ ദിവസവും അപ്പച്ചനോട് മലമറിക്കുന്നുണ്ടായിരുന്നോ? അവളുണ്ടെങ്കിൽ പിന്നെ വേണ്ടില്ലായിരുന്നു. നീ അവളെ എങ്ങാണ്ട് കൊണ്ടുപോയി വിട്ടിട്ട് പോന്നില്ലേ? ഓ, അതാണ് സംഗതി. ചിന്നമ്മയുണ്ടെങ്കിൽ ആരുടെയെങ്കിലും കുറ്റവും നുണയും പണ്ടുകാലത്തെ വീരശൂര പരാക്രമങ്ങളും പറഞ്ഞ് രസിച്ചോണ്ടിരിക്കാമായിരുന്നു അല്ലേ? സ്റ്റാൻലി പരിഹാസദ്യോതകമായി പറഞ്ഞു. എടാ, മനുഷ്യരാണെങ്കിൽ വല്ലതുമൊക്കെ മിണ്ടിയും പറഞ്ഞും ഇരിക്കും. നിനക്കവളെ അവിടെ നിർത്തിയിട്ട് പോരേണ്ട യാതൊരു കാര്യമില്ലായിരുന്നു. ഇപ്പം ഈ വീട് ഒരുമാതിരി ആൾതാമസമില്ലാത്തതുപോലെയായി. അപ്പച്ചൻ എന്നാ പോയിട്ട് തിരിച്ചു വരുന്നേ? കൊച്ചിനെ വിളിച്ചോണ്ട് വരുമ്പം നീ വീട്ടിലോട്ട് കയറിയാൽ മതി. പുനലൂർ വഴി വേണമല്ലോ പോക്കും വരവൊക്കെ, അവതക്കുട്ടിച്ചായൻ പറഞ്ഞു. പിന്നെ അഞ്ജലിന്നൊരു ഫോൺ വിളി വന്നിട്ടുണ്ടായിരുന്നു. റീത്താമ്മയുടെ കെട്ടിയവനാ വിളിച്ചേ. എൽസമ്മ കോണിപ്പടി എന്ന് കാല് തെറ്റി വീണിട്ട് ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് വിളിച്ച് പറയുന്നേ?
സ്റ്റാൻലി നിർവികാരതയോടെ പറഞ്ഞു. പറയേണ്ട മര്യാദയുണ്ടല്ലോ അവർക്ക്. റീത്താമ്മയുടെ വീട്ടിലെ കോണിപ്പടി എന്നാ വീണത്. നടുവിന് ഏതാണ്ട് പറ്റിയെന്ന് പറഞ്ഞു. നീയൊന്ന് പോയി കാണണ്ടേ ലാലിച്ചായ? ഓ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പച്ചൻ സൗകര്യപ്പെട്ട പോകുന്ന വഴി അതിലേ ഒന്ന് കയറിയിട്ട് പോയിക്കോ. പൈസ വല്ലതും വേണമെങ്കിൽ 1000 5000 കൊടുത്തേക്ക്. ഔതക്കുട്ടിച്ചൻ പോകാനിറങ്ങിയപ്പോൾ സ്റ്റാൻലി 5000 രൂപ കൊടുത്തയച്ചു. ഔതക്കുട്ടിച്ചനെ കാറിൽ കയറ്റി ബൈജു കാർ ഓടിച്ചു പോയി. അലീന രാവിലെ മുറ്റമടിച്ചു കൊണ്ടിരിക്കെ റോഡിനപ്പുറത്തെ ഗേറ്റിൽ വല്ലാത്ത ബഹളം. അലീന നിവർന്നു നോക്കി. ഡോക്ടർ ശർമ്മയുടെ നായ. റിങ്കു! അലീന അതിശയിച്ച് വിളിച്ചതും അവൻ അടഞ്ഞ ഗേറ്റിനു മീതെ ചാടിക്കയറുവാൻ ശ്രമിച്ചു. അഴികൾക്കിടയിലൂടെ തല പുറത്തേക്കിട്ട് അലീനയുടെ നേർക്ക് കുറിച്ച് ബഹളം വെച്ചു. ശബ്ദം കേട്ട് ഗേറ്റിനടുത്തേക്ക് വന്ന ഡോക്ടർ ശർമ്മ അലീനെ കണ്ട് ആശ്ചര്യപ്പെട്ടു. നീ പിന്നെയും ഇവിടെ എത്തിയോ? അലീന പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇവൻ നിന്നെ മറന്നിട്ടില്ലല്ലോ. ഡോക്ടർ റിങ്കുവിനെ നോക്കി. അവനല്ലേ ഒരിക്കൽ എൻ്റെ ജീവൻ രക്ഷിച്ചത്, അലീന പറഞ്ഞു. ഡോക്ടർ ഗേറ്റ് തുറന്നതും റിങ്കു പാഞ്ഞു വന്ന് അലീനയുടെ മേൽ 2 കൈയും ഉയർത്തി ചാടിക്കയറി സ്നേഹസ്വരങ്ങൾ പുറപ്പെടുവിച്ചു. ഡോക്ടർ വിസ്മയത്തോടെ അത് നോക്കി നിന്നു. കടപ്പാട്ടൂർ വീടിന് വീണ്ടും ഒരുണർവ് വന്നു. പുതിയ ഒരച്ചടക്കം. സന്തോഷമുള്ള ദിവസങ്ങളും രുചിയുള്ള ആഹാരവും താരതമ്യേന സുഖമായ ഉറക്കവും. ബാലചന്ദ്രമേനോന് തൻ്റെ വീട്ടിൽ അലീനയുടെ സാന്നിധ്യം അങ്ങനെയാണ് അനുഭവപ്പെട്ടത്. കൃഷ്ണയെ എന്നും പുലർച്ചെ 5 മണിക്ക് വിളിച്ചുണർത്തുന്ന അലാറമായി, അവരുടെ പാകത്തിന് മധുരം ചേർത്ത് കിട്ടുന്ന കാപ്പിയായി, അവരുടെ പാഠഭാഗങ്ങൾ കൃത്യമായും ക്ഷമയോടെയും പഠിച്ചു തീർക്കാൻ സ്നേഹപൂർവ്വം ശാസിക്കുന്ന ടൈം ടേബിളായി, തലയിൽ കാച്ചെണ്ണ പുരട്ടി മസാജ് ചെയ്ത് കൊടുക്കുന്ന വാത്സല്യമായി, മുറ്റത്തെ മുല്ലയിൽ നിന്ന് മുട്ടുകൾ അടർത്തി മാല കോർത്ത് മുടിയിൽ ചൂടിച്ച് സ്കൂളിലേക്ക് അയക്കുന്ന നറുമണമായി. അലീനയുടെ ദൈനംദിന പരിചരണം അങ്ങനെയാണ് അവർക്ക് അനുഭവപ്പെട്ടത്. രോഹിത്തിനാണെങ്കിൽ നല്ലൊരു ഉത്സാഹവും പ്രതീക്ഷയുമായിരുന്നു. ബബിതയുടെ കാര്യത്തിൽ മാത്രമേ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുന്നുള്ളൂ. പ്രവചനാതീതമായിരുന്നു അവരുടെ മനോഗതങ്ങളും പ്രതികരണങ്ങളും. ഒരു ദിവസം മണിശങ്കർ കടപ്പാട്ടൂർ വീട്ടിൽ വന്നു ചേർന്നു. അലീന അവിടെയുണ്ടെന്ന് അവൻ അറിഞ്ഞിരുന്നു. അലീന കടപ്പാട്ടൂർ തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം മണിശങ്കറിനായിരുന്നു. ആൻറ്റി കൊല്ലപ്പള്ളിയിൽ പോയി താമസിക്കുന്നതിൽ ഒട്ടും വിഷമം തോന്നേണ്ട കാര്യമില്ലെന്ന് അവൻ അലീനയെ ആശ്വസിപ്പിച്ചു. അലീനയ്ക്ക് വാസ്തവത്തിൽ അതിൽ സങ്കടമുണ്ടായിരുന്നു. അന്ധമായ വിരോധം കൊണ്ടും അഹങ്കാരം കൊണ്ടും ചാടിപ്പോയത് ആൻറ്റി. അക്കാര്യത്തിൽ അലീനയ്ക്ക് ഒരു കുറ്റബോധവും വേണ്ട. സത്യം എന്തെന്നറിയാതെ ചെയ്തു പോകുന്നതല്ലേ മനുവേട്ട. ഞാൻ വെറുമൊരു അടുക്കളക്കാരി മാത്രമല്ലേ അമ്മയുടെ കണ്ണിൽ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ അലീന? മണിശങ്കറിന്റെ സ്വരത്തിൽ അല്പം കുസൃതി കലർന്നു. അലീനയ്ക്ക് ഈ വീട്ടിൽ താമസിക്കുന്നതാണോ കുളത്തൂപ്പുഴ വീട്ടിൽ താമസിക്കുന്നതാണോ കൂടുതൽ ഇഷ്ടം? 2 വീട്ടുകാരും എല്ലാം എൻ്റെയല്ലേ മനുവേട്ട. ആ വീടും ഈ വീടും ഞാൻ വേർതിരിച്ച് കാണാൻ പാടില്ല. ആദ്യം ഇവിടെ താമസിച്ചത് കൊണ്ട് ഇവിടെയുള്ളവർ ആദ്യം എൻ്റെ ബന്ധുക്കളായി തീർന്നു, അത്രമാത്രം. എന്നാലും ഈ വീടിനോട് ഒരു ഇഷ്ടക്കൂടുതൽ വേണ്ടതല്ലേ? ഈ വീട്ടിൽ താമസിച്ചത് കൊണ്ടല്ലേ അലീനയ്ക്ക് പപ്പയെ പോലും കിട്ടിയത്? പിന്നെ നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത് അത് കൊല്ലപ്പള്ളിയിൽ വെച്ചല്ലേ, അലീന പറഞ്ഞു. അപ്പോൾ ഓർമ്മയുണ്ടെല്ലാം. പക്ഷെ നമ്മൾ ഇഷ്ടം കൂടിയത് ഇവിടെ വെച്ചാണ്. നീ ആരാണെന്ന് ഞാൻ ആദ്യമായിട്ട് അറിഞ്ഞത്, ഒന്ന് തൊട്ടത്, പിന്നെ ആദ്യമായി ഒരു ഉമ്മ തന്നത്, എനിക്കതൊന്നും മറക്കാൻ പറ്റില്ല. മനുവിൻ്റെ ശബ്ദം വികാരാർദ്രമായി. അലീന അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി. അവ പ്രണയസാന്ദ്രമാണെന്ന് അവൾ കണ്ടു. അലീന അത് വല്ലതും ഓർക്കുന്നുണ്ടോ? അവൾ പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഇങ്ങനെ നേരിൽ കണ്ട് വർത്തമാനം പറയുന്നതിനേക്കാളും ഇഷ്ടം മുൻപ് കണ്ട് സംസാരിച്ചതൊക്കെ ഓർമ്മിക്കാനാ. അപ്പോൾ നേരിൽ കാണുന്നതും സംസാരിക്കുന്നതും അത്ര ഇഷ്ടമില്ല, മണിശങ്കർ പരിഭവിച്ചു. ഇങ്ങനെ നേരിട്ട് കണ്ട് സംസാരിച്ചാലല്ലേ കുറെ നാളുകൾ കഴിഞ്ഞ് അതേപ്പറ്റി ഓർക്കാൻ പറ്റൂ, അലീന ചിരിയോടെ പറഞ്ഞു. എന്താണ് ഇവിടെ ഒരു രഹസ്യാലോചന? കോണിപ്പടി ഇറങ്ങി വന്ന രോഹിത് ചോദിച്ചു. ഒടുക്കം ബാംഗ്ലൂർക്ക് പോകാൻ ഞാൻ പാക്ക് ചെയ്ത് വെച്ചതൊക്കെ വെറുതെയാകുമോ? പകരം വേറെ വല്ലവരും മനുവേട്ടൻ്റെ കൂടെ വണ്ടി കയറുമോ? രോഹിത് കളിയാക്കി ചോദിച്ചു. വേറെ ആര് വരാനാ? വരും വരും എന്നൊരു പ്രതീക്ഷയല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഒരു പ്രോമിസ് പോലും ഇല്ല, മണിശങ്കറും പറഞ്ഞു. എന്നിട്ട് അലീനയുടെ നേർക്ക് പാളി നോക്കി. അലീന ഒന്ന് മന്ദഗസ്തതയുള്ളൂ. ഊണുമേശയ്ക്ക് ചുറ്റുമിരുന്ന് 3 പേരും സംസാരിക്കവേ മണിശങ്കർ ബബിതയുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥയെക്കുറിച്ച് അലീനയോട് തിരക്കി. അവൾ ഇതുവരെ ഒന്ന് കരഞ്ഞതുപോലുമില്ല മനുവേട്ട. കല്ലുപോലെ ഇരിക്കുകയാ. നമ്മൾ പറയണതൊക്കെ കേൾക്കും, പക്ഷേ മാറ്റമൊന്നുമില്ല, അലീന പറഞ്ഞു. എവിടെങ്കിലും കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലോ? മനു ചോദിച്ചു. അലീന ചേച്ചിയുടെ അടുത്തുനിന്ന് ഇനി വേറെ അങ്ങോട്ട് കൊണ്ടുപോകാനാ? ഇതിനേക്കാൾ നല്ല കൗൺസിലിംഗ് മറ്റെവിടെ കിട്ടും? രോഹിത് ചോദിച്ചു. ഞാൻ അതും ആലോചിച്ചു മനുവേട്ട.
അലീന പറഞ്ഞു. എന്നോടായതുകൊണ്ടാണോ ഇതുവരെ മനസ്സ് തുറക്കാത്തത്? എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഒരു ഊഹം പോലും കിട്ടുന്നില്ല. ഇങ്ങനെ തന്നെ മുൻപോട്ട് പോയാലും ശരിയാവില്ലല്ലോ. ചിലപ്പോഴത്തെ ചിന്തയും ഇരിപ്പും കണ്ടാൽ നമുക്ക് പേടി തോന്നും. രണ്ടിലൊന്ന് തീരുമാനിച്ച പോലെ. ഞാൻ ഇടയ്ക്ക് റൂമിൽ ചെന്ന് നോക്കും എന്തു ചെയ്യുകയാണെന്ന്. അത് കണ്ടിട്ട് ഇന്നലെ എന്നോട് പറയുകയാണ്, പേടിക്കണ്ട ചേച്ചി, ചേച്ചി ഇവിടുന്ന് പോയാലേ ഞാൻ എന്തെങ്കിലും ചെയ്യുള്ളൂ എന്ന്. അത് പറയുമ്പം നമുക്ക് കാണാൻ പറ്റും അവളുടെ മുഖത്ത് സ്വന്തം ജീവനെടുത്ത് എറിഞ്ഞുടയ്ക്കാൻ കരുതിക്കൂട്ടി നിൽക്കുന്നത് പോലെ. അവൾക്ക് മാറ്റം വരൂ അലീന. അലീന ഇവരുള്ളത് കൊണ്ട് അതെനിക്ക് ഉറപ്പാ, മനു പറഞ്ഞു. അവൾക്ക് ആരെയും കാണാൻ ഇഷ്ടമില്ല മനുവേട്ട. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. റൂമിൽ നിറങ്ങേണ്ട അവൾക്ക്. ഞാൻ എന്നും അവളോട് എന്തുമാത്രം സംസാരിക്കുന്നുണ്ട്. അവളുടെ കൂടെ കിടന്നുറങ്ങുന്നത് പോലും. എന്നോട് ദേഷ്യമൊന്നുമില്ല. പക്ഷേ ഞാൻ വല്ലതും എടുത്തു കൊടുത്താൽ കഴിക്കുകയും ചെയ്യും. അത് മാത്രമാ ഒരാശ്വാസം, അലീന പറഞ്ഞു. ഇത്രയുമാണ് ഇന്നത്തെ കഥ. അടുത്ത കഥയുമായി വീണ്ടും വരാം. ബൈ.